ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. ഭഗവത്ഗീതയിൽ ഭഗവാൻ അർജുനനോട് സ്ഥിതപ്രജ്ഞൻ എന്ന ആ ഒരവസ്ഥ ഉണ്ടാകുന്നതിനെക്കുറിച്ച്, അല്ലെങ്കിൽ സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണം എന്താണ്, എങ്ങനെയാണ് ഒരാൾ സ്ഥിതപ്രജ്ഞതയിലേക്ക് എത്തുന്നത് എന്ന് വളരെ വിശദമായി ഭഗവാൻ വിശദീകരിക്കുന്നുണ്ട്. പ്രജ്ഞ എന്ന് വെച്ചാൽ ഏറ്റവും ഉയർന്ന ബോധാവസ്ഥയാണ്, ഹയർ കോൺഷ്യസ്നെസ് ആണ് പ്രജ്ഞ. അതായത് ഇപ്പോൾ നാം അനുഭവിക്കുന്ന ബോധമണ്ഡലത്തിൽ നിന്ന് പടിപടിയായി ഉയർന്ന് ആ ജ്ഞാനം, ബ്രഹ്മജ്ഞാനത്തെക്കുറിച്ചുള്ള അറിവ് ക്രമേണ ആർജിച്ചു കഴിഞ്ഞ് ആ ലെവലും കഴിഞ്ഞ് ഏറ്റവും ഉയർന്ന അവസ്ഥയിലേക്ക് ബോധമണ്ഡലം അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധി പ്രവാഹം ഉയരുമ്പോഴാണ് അതിനെ ഏറ്റവും ഉയർന്ന അവസ്ഥയിലുള്ള ആ പ്രജ്ഞ എന്ന ആ ബോധത്തിലേക്ക് നാം എത്തുന്നത്. ഇപ്പോൾ നാം ബോധരഹിതന്മാരായിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവർക്ക് തോന്നും നമ്മൾ ഉയർന്ന കോൺഷ്യസിലേക്ക് എത്തുമ്പോൾ മറ്റുള്ളവർ സാധാരണ താഴ്ന്ന ലെവലിൽ ജീവിക്കുന്നവർക്ക് തോന്നും ഈ ഹയർ കോൺഷ്യസ്നെസ്സിലേക്ക് എത്തുന്ന മനുഷ്യർ അവർക്ക് വല്ല മതിഭ്രമവുമാണോ എന്നൊക്കെ തോന്നും. കാരണം എല്ലാവരും നോർമൽ ലൈഫിൽ നിന്ന് താഴെയുള്ള ബുദ്ധിയിലാണ് സാധാരണ എല്ലാവരും ജീവിക്കുന്നത്. ആ ഉയർന്ന ബോധമണ്ഡലത്തിലേക്ക് എത്തുവാൻ ആരും പരിശ്രമിക്കുന്നില്ല. കാരണം അവർക്ക് സാധാരണ ഈ നിലവാരത്തിൽ, ഈ നിലയിൽ എങ്ങനെ ജീവിക്കുന്നോ ആ ജീവിതത്തിലൂടെ ഇവിടെ ജീവിക്കുവാനുള്ള, ഭൂമിയിലെ ജീവിതത്തിനുള്ള ആവശ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ എന്തിനാണ് അവർ ഉയർന്ന ബോധമണ്ഡലങ്ങളിലേക്കൊക്കെ പോകുന്നത്? പക്ഷേ പ്രജ്ഞ എന്ന് വെച്ചാൽ ഉയർന്ന ബോധമണ്ഡലം തന്നെയാണ്. അപ്പോൾ സ്ഥിതപ്രജ്ഞൻ എന്ന് വെച്ചാൽ എപ്പോഴും ഈ വിവേകം, അതായത് ശരിയേത്, ആ ശരി എന്നുള്ള ആ ഒരു വിവേകത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന അവസ്ഥയാണ് സ്ഥിതപ്രജ്ഞത എന്ന് പറയുന്നത്. പ്രജ്ഞ എന്നാൽ ഏറ്റവും ഹയറായിട്ടുള്ള കോൺഷ്യസ്നെസ് ആണ്. അതിൽ സ്ഥിരമായി നിൽക്കുന്ന ആ ഒരു ലെവലിൽ ബുദ്ധി എപ്പോഴും വിവേകത്തോടുകൂടി ഉറച്ചു നിൽക്കുന്ന, അതിൽ നിന്ന് തെറ്റാതെ അതേ അവസ്ഥയിൽ തന്നെ നിലനിൽക്കുന്ന അവസ്ഥയാണ് സ്ഥിതപ്രജ്ഞത. നമുക്കൊക്കെ വിവേകം ഇടയ്ക്ക് ഉദിക്കും. ഭഗവത് സങ്കല്പത്തിലേക്ക്, ഭഗവാന്റെ ആ ഒരു കാരുണ്യത്തിലേക്ക് വരുമ്പോൾ നാം തെറ്റുകൂടാതെ വിവേകത്തോടുകൂടി ജീവിക്കും. പക്ഷെ വീണ്ടും നമ്മൾ താഴ്ന്ന ലെവലിലേക്ക് വരും. ഈ സ്ഥിതപ്രജ്ഞത നേടുന്നവരെയും ഇടയ്ക്കിടയ്ക്ക് ഉയർന്ന ആ ബോധമണ്ഡലത്തിലേക്ക് പോവുകയും പിന്നീട് നമ്മൾ സാധാരണ ലെവലിലേക്ക് വരികയും ചെയ്യും. കാരണം നമ്മൾ സാധാരണ മനുഷ്യരുടെ ഇടയിൽ സമൂഹ ജീവിയായിട്ട് ജീവിക്കുകയാണ്. ഈ സ്ഥിതപ്രജ്ഞത കൈവരിക്കാനുള്ള ഒരു യോഗ്യതയൊന്നും നമുക്കായിട്ടില്ല, നമ്മുടെ കർമ്മങ്ങൾക്കും നമ്മുടെ മനസ്സിനും ചിന്തകൾക്കും ഒന്നും. അതുകൊണ്ടാണ് നമ്മുടെ വിവേകം സ്റ്റഡിയായിട്ട് നിൽക്കാത്തത്. ആ സ്റ്റഡിയായിട്ട് വിവേകം ആരുടേത്, വിസ്ഡം നിലനിൽക്കുന്നോ അവരാണ് സ്ഥിതപ്രജ്ഞനായി മാറുന്നത്. ആ വ്യക്തി മിക്കവാറും ഒരു യോഗിയായി മാറാറുണ്ട്. സ്ഥിതപ്രജ്ഞത നേടുന്ന ആൾ യോഗിയാണ്. അദ്ദേഹം തൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് ഒന്നും പ്രത്യേകിച്ച് ഒരു അവനവൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കാനോ ഒന്നുമല്ല. അദ്ദേഹം തൻ്റെ കർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കുന്നത് ധർമ്മത്തിലൂടെ മാത്രമാണ്. ധർമ്മം എങ്ങനെയാണ്? ധർമ്മം എന്ന് വെച്ചാൽ ഇവിടെ നിലനിൽക്കുന്ന ഭഗവാന്റെ ധർമ്മം അനുസരിച്ച് സത്യം, നീതി, ധർമ്മം, ദയ, മനുഷ്യത്വം, കാരുണ്യം ഒക്കെ കേട്ടിട്ടില്ലേ? അതിലെ ധർമ്മത്തിലൂടെ മാത്രമാണ് തൻ്റെ കർമ്മങ്ങൾ നേടിയെടുക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹം മറ്റുള്ളവർക്ക് ഒരു മാതൃകാ പുരുഷോത്തമനായി മാറുകയാണ്. അങ്ങനെ ധർമ്മമനുസരിച്ച് കർമ്മം ചെയ്യുമ്പോൾ നിഷ്കാമമായിട്ടാണ് അദ്ദേഹം കർമ്മങ്ങൾ ഓരോ ആക്ഷനിലും അദ്ദേഹം ഏർപ്പെടുന്നത് നിഷ്കാമമായിട്ടാണ്. അതായത് നിഷ്കാമം എന്ന് വെച്ചാൽ ഒന്നും അതിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല. സ്വന്തം ലക്ഷ്യത്തിന്, സ്വന്തമായിട്ടുള്ള ഒരു ലക്ഷ്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ തൻ്റെ ഈഗോയെ പൂർത്തീകരിക്കുവാനോ തൻ്റെ ആഗ്രഹങ്ങൾ താൻ എന്ന ബോധത്തിൽ നിന്നുകൊണ്ട്, ഞാനെന്ന ബോധത്തിൽ നിന്നുകൊണ്ട് എനിക്ക് വേണ്ട ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനോ അല്ലെങ്കിൽ പ്രതിഫലം, ആ കർമ്മം ചെയ്യുന്നത് കൊണ്ട് എനിക്ക് കിട്ടുന്ന പ്രതിഫലം കൊണ്ട് ഞാൻ പലതും നേടാം എന്നുള്ള ഒരു അവസ്ഥയെ ചിന്തിച്ചിട്ടല്ല ആ വ്യക്തി കർമ്മം ചെയ്യുന്നത്. സ്ഥിതപ്രജ്ഞൻ സ്വന്തമായിട്ടുള്ള ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പേഴ്സണലായിട്ടുള്ള ലക്ഷ്യങ്ങൾക്കോ വേണ്ടിയല്ല അദ്ദേഹം കർമ്മം ചെയ്യുന്നത്.
ആ കർമ്മം എപ്പോഴും അദ്ദേഹം ചെയ്യുന്ന കർമ്മങ്ങൾ, അദ്ദേഹം എല്ലായ്പ്പോഴും കർമ്മം ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ധർമ്മം അനുസരിച്ച് മാത്രമേ ചെയ്യുകയും ഉള്ളൂ. ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന വ്യക്തിയെയാണ് നമ്മൾ സ്ഥിതപ്രജ്ഞതയുള്ള വ്യക്തി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാറ്റിൽ നിന്നും ഒരു ഈക്വൽ ഡിസ്റ്റൻസ് അദ്ദേഹം കീപ്പ് ചെയ്യും. ഈക്വൽ ആയിട്ടുള്ള ഒരു തുല്യമായ ഒരു ഡിസ്റ്റൻസിലൂടെയാണ് ഈ പ്രജ്ഞത്വം കൈവരിച്ച ആൾ കൊണ്ടുപോകുന്നത്. അതായത് എല്ലാം ദ്വിതീയമാണ്, ഡ്യുവലിറ്റിയാണ് ഇവിടെ ഉള്ളത് എല്ലാം. അതായത് ഇപ്പം വേദനയുണ്ടെങ്കിൽ സന്തോഷമുണ്ട്, അതുപോലെ തന്നെ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ നിരാശയുണ്ട്, അതുപോലെ തന്നെ സന്തോഷമുണ്ടെങ്കിൽ ദുഃഖമുണ്ട്. അത് മറ്റൊന്നാണ്, ആരെങ്കിലും അഭിനന്ദിക്കുന്നെങ്കിൽ അതിന് ഉപരിയായിട്ട് നിന്ദയുമുണ്ട്. അപ്പം നിന്ന, അഭിനന്ദനം, സുഖം, ദുഃഖം, വേദന, വിഷമം, ആഗ്രഹം, നിരാശ, ഇതെല്ലാം രണ്ട് ആയിട്ടുള്ള ഒരു ഒരു ഡ്യുവലിറ്റിയാണ് നമ്മളുടെ ഈ പ്രകൃതിയിലുള്ളത്. രാത്രി പകല് എല്ലാം അതുപോലെ തന്നെ. ഇത് നമ്മളെ ബാധിക്കുന്ന കാര്യമാണ് അഭിമാനവും അഭിനന്ദനവും. അഭിനന്ദിക്കുന്നു, അതുപോലെ തന്നെ അപമാനിക്കുന്നു, അതുപോലെ സന്തോഷം വരുന്നു, ദുഃഖം വരുന്നു, ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നു, നിരാശകൾ ഉണ്ടാകുന്നു, സുഖം, ദുഃഖം, ഇതെല്ലാം ഈ ഡ്യുവലായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു സമചിത്തത കണ്ടിട്ട്, അതായത് ഒരു പ്രത്യേക ഡിസ്റ്റൻസ് അദ്ദേഹം എപ്പോഴും ഒരു ഈക്വൽ ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ്, തുല്യമായ അകലം ഈ എല്ലാ കാര്യങ്ങളിലും കാണിക്കും. അതായത് ആഗ്രഹിച്ചാലും നിരാശ വന്നാലും വിഷയമില്ല. ആഗ്രഹം വന്നു, അത് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല, അപ്പോൾ ഒരു നിരാശ ബാധിക്കുന്നു, ഇല്ല, നിരാശയില്ല. ആഗ്രഹം തനിക്ക് അനുകൂലമായിരിക്കുകയില്ല. ഭഗവാൻ തനിക്ക് തന്ന കർമ്മങ്ങൾക്ക് അനുകൂലമല്ലായിരിക്കും ആഗ്രഹം നമ്മുടെ മനസ്സിൽ തോന്നിയത്. അതുകൊണ്ട് നിരാശ എവിടെ വരുന്നില്ല. സന്തോഷം കണ്ടാലും തുല്യമായിട്ട് മനസ്സിനെ കരുതും. ദുഃഖം വന്നാലും ഇതും ജീവിതത്തിന്റെ ഭാഗമാണ്, സന്തോഷവും ദുഃഖവും എന്നൊക്കെ സ്ഥിരമായിട്ട് സ്റ്റഡിയായിട്ട് ചിന്തിച്ചുറപ്പിച്ചു വയ്ക്കുന്ന വ്യക്തിയാണ് സ്ഥിതപ്രജ്ഞത. ആ ഒരു അവസ്ഥയാണ് സ്ഥിതപ്രജ്ഞത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദുഃഖം വന്നാലും സന്തോഷം വന്നാലും അഭിനന്ദനം വന്നാലും നിന്ദ വന്നാലും നിരാശ വന്നാലും ആശകൾ ഉണ്ടായാലും എല്ലാറ്റിനെയും ഒരേപോലെ കാണുവാനുള്ള, കരുതുവാനുള്ള, ചിന്തിക്കുവാനുള്ള ആ അവസ്ഥയാണ് സ്ഥിരമായിട്ടുള്ള പ്രജ്ഞാബോധം. ആ ബോധം അത്രയും ഉയർന്ന ബോധമണ്ഡലത്തിലെത്തുന്ന ആൾക്ക് പിന്നീട് എനിക്ക് ഇന്നത് കിട്ടിയില്ലെന്നോ, അല്ലെങ്കിൽ ഞാൻ ഇന്ന കാര്യം ചെയ്തിട്ട് എനിക്ക് അതിന്റെ പ്രതിഫലം കിട്ടിയില്ലെന്നോ, ഇങ്ങനെ യാതൊരു ചിന്താഗതികളും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ആ വ്യക്തി യോഗിയായി മാറുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ സ്ഥിതപ്രജ്ഞന്റെ മറ്റൊരു ലക്ഷണം അല്ലെ മറ്റൊരു വിശേഷണമാണ് അദ്ദേഹം ഒരു സോഷ്യൽ വർക്കർ ആയിരിക്കും. സോഷ്യൽ വർക്കർ സാമൂഹികമായിട്ട് മനുഷ്യർക്ക് നന്മ ചെയ്യുന്ന കർമ്മങ്ങളെ അദ്ദേഹം അനുഷ്ഠിക്കുകയുള്ളൂ. അല്ല, സ്ഥിതപ്രജ്ഞതയിലേക്ക് എത്തുന്ന ഒരു വ്യക്തി കുടുംബസ്ഥനായി വീട്ടുകാര്യങ്ങളും അവനവന്റെ വീട്ടിലെ കാര്യങ്ങളിലും മക്കളുടെയും ഭാര്യയുടെയും ഭർത്താവിന്റെയും അച്ഛനമ്മമാരുടെയും കാര്യങ്ങളല്ലായിരിക്കും ചെയ്യുന്നത്. ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള വ്യക്തിയായി മാറും. ആ സാമൂഹിക പ്രതിബദ്ധത എന്ന് പറയുന്നതും അവനവന് സെലിബ്രിറ്റി ആകാനോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് പ്രശസ്തിയോ പ്രശംസയോ കിട്ടുവാനോ എന്തെങ്കിലും കാര്യസാധ്യതയ്ക്കോ വേണ്ടിയല്ല. എല്ലാം ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഭഗവത് സേവയായിട്ട് കരുതി ആ കർമ്മങ്ങൾക്കൊന്നും തൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ ഞാനാണ് ചെയ്യുന്നത് എന്നുള്ള ബോധത്തിലല്ലാതെ മരിക്കും വരെയും ശരീരം വിട്ടു പോകും വരെയും നിരന്തരമായി ധർമ്മത്തിലൂന്നിയുള്ള കർമ്മങ്ങളായിരിക്കും അദ്ദേഹം അനുഷ്ഠിക്കുന്നത്. ഒരു കർമ്മവും ഒരു കർമ്മത്തിന്റെ ഫലം അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. ഈ സാമൂഹികമായിട്ടുള്ള കർമ്മങ്ങൾ, സമൂഹത്തിന് വേണ്ടിയുള്ള കർമ്മം ചെയ്യുമ്പോഴും ആ കർമ്മങ്ങളുടെ ബെനിഫിറ്റ്സ് ഒന്നും അദ്ദേഹം സ്വയം ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ മാനവരാശിയുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അതൊക്കെ ചെയ്യുന്നത്. അല്ലാതെ എനിക്കെന്തെങ്കിലും ആ ചെയ്യുന്നത് കൊണ്ട് വല്ല ഗുണവും കിട്ടുമോ, കിട്ടുന്നെങ്കിൽ ആകട്ടെ, ഇല്ലെങ്കിൽ വേണ്ട എന്നല്ല അദ്ദേഹം ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ സ്ഥിതപ്രജ്ഞനായിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിന് മറ്റുള്ളവരിൽ നിന്ന് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും അദ്ദേഹം. എല്ലാ വ്യക്തികളിൽ നിന്നും ഒരു പർട്ടിക്കുലർ പേഴ്സണായിട്ട് അദ്ദേഹത്തിനെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയും. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് അദ്ദേഹം
ഏതെങ്കിലും ഒരു സംസ്കാരത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെയോ ഏതൊരു സമൂഹത്തിൻ്റെയോ ഉള്ളിൽ ഒതുങ്ങുകയില്ല. ഞാൻ ഇന്ന സമുദായത്തിലുള്ള ആള് അല്ലെ ഇന്ന സമൂഹത്തിന്റെ ആളാണ് എന്നൊന്നും അദ്ദേഹം ഒതുങ്ങുകയില്ല. അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ. പക്ഷേ അദ്ദേഹം ജനിച്ച അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ജന്മം കൊണ്ട സമുദായ പ്രേമികൾ അദ്ദേഹത്തിനെ ആ ഒരു സമുദായത്തിന്റെ ആളാക്കി വെച്ചു. പക്ഷെ അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങളിൽ എല്ലായ്പ്പോഴും ഉണ്ട്. അദ്ദേഹത്തിന്റെ എല്ലാ ബുക്കുകൾ എടുത്തു നോക്കിയാലും അദ്ദേഹം ഏതെങ്കിലും ഒരു സമൂഹത്തിനോ ഏതെങ്കിലും ഒരു ജാതിക്കോ അല്ലെ ഒരു രാജ്യത്തിനോ വേണ്ടി പ്രവർത്തിച്ച ആളല്ല. ഈ സമൂഹത്തിന്റെ ഈ ലോകം നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ്. ഞാൻ ഏതെങ്കിലും ഒരു സമൂഹത്തിന് ഈഴവ സമൂഹത്തിന്റെയോ അല്ലെങ്കിൽ കേരളത്തിന്റെയോ അല്ലെ ഇന്ത്യയുടെയോ മാത്രമല്ല എന്റെ കർമ്മങ്ങൾ അല്ലെങ്കിൽ എന്റെ ചിന്തകൾ അവർക്ക് വേണ്ടി മാത്രമുള്ളതല്ല എന്റെ പദ്ധതികൾ എന്ന് അദ്ദേഹം പല സമയങ്ങളിലും അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് വന്നിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിനെ ഒരു സമൂഹത്തിന്റെ ഒരു ചെറിയ വിഭാഗത്തിന്റെ ആളാക്കി വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തെ പോലെയുള്ള മഹാ ആചാര്യന്മാർ സ്ഥിതപ്രജ്ഞത നേടിയ ആളാണ് അദ്ദേഹം. അങ്ങനെയുള്ള അമാനുഷികമായ ശക്തിയുള്ള ബ്രഹ്മ ചൈതന്യത്തെ അനുഭവിച്ചറിയുന്ന ആ വ്യക്തികൾ നമ്മുടെ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ അവരെ ഒന്ന് കാണാൻ കഴിയുന്നത് തന്നെ വളരെ വളരെ ഭാഗ്യം കിട്ടിയവർക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സമാധാനത്തിന്റെ സന്ദേശവാഹകരായിരിക്കും അവർ. എത്ര കാലുഷ്യം നിറഞ്ഞ വിഷമങ്ങൾ പ്രശ്നങ്ങൾ നിറഞ്ഞ മനസ്സോടുകൂടി നമ്മൾ അവരെ സമീപിച്ചാലും ആ സ്ഥിതപ്രജ്ഞനിൽ നിന്ന് വരുന്ന ആ അപാരമായ ആ ശാന്തത, ആ ശാന്തതയുടെ നിറവിൽ നമ്മുടെ മനസ്സുകൾ നമ്മുടെ ആത്മാവും വളരെ ശാന്തമായി മാറും. അദ്ദേഹം ഈ സ്ഥിതപ്രജ്ഞത നേടുന്ന വ്യക്തിയെ അദ്ദേഹത്തിന്റെ ഈ സോളിൽ നിന്ന് ആത്മാവിൽ നിന്ന് അദ്ദേഹം എപ്പോഴും ഫ്രീ ആയിരിക്കും. ആത്മാവ് അദ്ദേഹത്തിന്റെ ഫ്രീ ആയിട്ടിരിക്കും. ശരീരത്തിൽ നിന്ന് വ്യത്യസ്തമായ ആത്മാവിനെ അദ്ദേഹം ആത്മാവാണ് ഞാൻ എന്ന് പറയുന്നത് ആത്മാവ് തന്നെയാണ്. ഈ ശരീരം എനിക്ക് കർമ്മം ചെയ്യാനുള്ള ഉപകരണം മാത്രം. ഇവിടെ ഈ ശരീരം കൊണ്ട് ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളൊന്നും എന്റേതല്ല. ഈ ശരീരം എനിക്കുള്ളത് കൊണ്ട് മാത്രം ഞാൻ ആ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതെപ്പോൾ എന്നെ വിട്ടിട്ട് പോയാലും ശരീരം പ്രവർത്തന രഹിതമായി പോയാലും എനിക്കൊരു വിഷയവുമില്ല. കാരണം ഇത് ഉള്ളിടത്തോളം മാത്രം ഞാൻ കർമ്മങ്ങൾ ചെയ്യുന്നു. ഇതില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല, ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ആ ഒരവസ്ഥയിലാണ് ആ ആത്മാവിനെ ശരീരത്തിൽ നിന്ന് വേർപെടുത്തിയാണ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം അങ്ങനെയുള്ള സ്ഥിതപ്രജ്ഞത നേടിയവർ ചെയ്യാറുള്ളത്. ഈ സ്ഥിതപ്രജ്ഞത നേടിയ വ്യക്തികളുടെ പ്രസൻസ് പോലും സാന്നിധ്യം പോലും നമുക്ക് വളരെ വളരെ അനുഗ്രഹം തരുന്നതാണ്. അവരുടെ ദൈവത്തിൽ നിന്ന് അവരെന്തെങ്കിലും ഒരു നന്മ നേടുക എന്നുള്ളതല്ല. പക്ഷേ ആ നന്മയുള്ള ദൈവികമായിട്ടുള്ള ആ നന്മയുള്ള മനുഷ്യരുമായിട്ട് മാത്രമല്ല ഈ സ്ഥിതപ്രജ്ഞതയുള്ളവർ സംവദിക്കുന്നത്. അല്ലെ അവർക്ക് വേണ്ടി മാത്രമല്ല അവർ ജീവിക്കുന്നത് ദൈവികമായിട്ടുള്ള. ഇപ്പം നമ്മൾ സാധാരണ നമ്മൾ ഭഗവാനെ തിരിച്ചറിയുന്ന വ്യക്തികൾ ഭഗവത് ചൈതന്യമുള്ളവരെയും സത്സംഗങ്ങളിൽ ഉൾപ്പെടുന്നവരെയോടും ഒക്കെയാണ് നമ്മൾ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും അവരിൽ നിന്നാണ് നാം കൂടുതൽ സന്തോഷം അനുഭവിക്കുന്നതും. എന്നാൽ ഈ സ്ഥിതപ്രജ്ഞത നേടുന്ന വ്യക്തിക്ക് സമൂഹത്തിലെ ഉയർന്ന ഈശ്വരചിന്തയുള്ളവരെന്നോ അല്ലെങ്കിൽ അവ ഉന്നതകുല ജാതരെന്നോ ഒന്നുമില്ല. ദുഷ്ടന്മാരിൽ നിന്നും അല്ലെങ്കിൽ നികൃഷ്ടമായിട്ടുള്ള ആൾക്കാരിൽ നിന്നും എല്ലാവരോടും ഒരേപോലെ ഇടപെടും. പക്ഷേ അദ്ദേഹത്തിന്റെ ബോധമണ്ഡലം എപ്പോഴും സ്ഥിരമായി സ്റ്റഡിയായി തന്നെ നിലനിൽക്കുകയും ചെയ്യും. നമ്മളോ സത്സംഗത്തിലിരിക്കുന്ന നമ്മൾ കുറച്ചു കഴിഞ്ഞ് സാമൂഹികമായിട്ടുള്ള മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ നമ്മളുടെ സത്സംഗവും ആ സദ്വിചാരങ്ങളും ഒക്കെ മാറി നമ്മൾ വീണ്ടും പഴയപടിയാവും. പക്ഷേ അതുകൊണ്ടാണ് നമ്മൾ സ്ഥിതപ്രജ്ഞതയൊന്നും നേടാനുള്ള അർഹത നമുക്കായിട്ടില്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞത്. ഈ സ്ഥിതപ്രജ്ഞനാണെങ്കിൽ എല്ലായ്പ്പോഴും ഈ സമൂഹത്തിൽ അല്ലെങ്കിൽ ഈ പ്രകൃതിയിൽ എന്തെല്ലാം ഉണ്ടോ, നന്മയുണ്ടോ തിന്മയുണ്ടോ അല്ലെങ്കിൽ ഉന്നതമായിട്ടുള്ള ചിന്താഗതി നിലനിർത്തുന്നവരുണ്ടോ അധമമായിട്ടുള്ള ദുഷ്ടപ്രവർത്തികൾ ചെയ്യുന്നവരുണ്ടോ, ഇത് എന്ത് ചെയ്താലും സ്ഥിതപ്രജ്ഞനെ ബാധിക്കുന്നില്ല. ആരുടെ കൂടെ സംഘത്തിൽ ഏർപ്പെട്ടാലും അദ്ദേഹത്തിന്റെ ആ വിസ്ഡം വിവേകം എപ്പോഴും
ഉയർന്ന മണ്ഡലത്തിൽ തന്നെ സ്ഥിരമായി നിൽക്കും, താഴേക്ക് പോവുകയില്ല. നമ്മൾ സാധാരണ ഭക്തരെ പോലെ അദ്ദേഹം എപ്പോഴും അവനവന്റെ ആത്മാവിൽ ഒരു ടോട്ടൽ ബ്ലിസ് അനുഭവിക്കുന്ന വ്യക്തിയായിരിക്കും സ്ഥിതപ്രജ്ഞത നേടുന്ന ആൾ. അദ്ദേഹത്തിന് സന്തോഷിക്കാൻ പുറത്തുനിന്ന് താൻ ചെയ്യുന്ന കർമ്മങ്ങളോ, തനിക്ക് മറ്റുള്ളവർ ചെയ്യുന്ന കർമ്മങ്ങളോ, അല്ലെ തന്നെ ആരെങ്കിലും ആദരിക്കുന്നതോ പൂജിക്കുന്നതോ അല്ലെങ്കിൽ പാദം വണങ്ങുന്നതോ, ഇതൊന്നും അദ്ദേഹത്തിനെ സന്തോഷിപ്പിക്കുകയില്ല വ്യക്തിയെ. ഇതൊക്കെ മറ്റുള്ളവർ ചെയ്യുന്ന കർമ്മങ്ങൾ എന്നേ ഉള്ളൂ, ആ ശരീരത്തിനോട് കാണിക്കുന്ന കർമ്മങ്ങൾ എന്നേ ഉള്ളൂ. പക്ഷേ തൻ്റെ ഉള്ളിൽ ആത്മാരാമന്മാരായി ആത്മാവിൽ തന്നെ രമിച്ച് സന്തോഷിച്ച് ജീവിക്കുന്നവരായിരിക്കും ഈ സ്ഥിതപ്രജ്ഞത കൈവരിക്കുന്നവർ. ഇവരെയാണ് നമ്മൾ ജീവൻ മുക്തരെന്ന് പറയുന്നത്. അവർ മരിച്ചു പോവുകയല്ല ചെയ്യുന്നത്. ജീവൻ മുക്തർ എന്ന് വെച്ചാൽ അവരവരുടെ ആ ജീവനിൽ നിന്ന് മുക്തി നേടി ആ ജീവൻ നിലനിൽക്കുന്ന ശരീരം, ആ ശരീരത്തിലാണ് ജീവനല്ല പ്രാണൻ നിലനിൽക്കുന്നത്. ആ പ്രാണനും ആത്മാവും രണ്ടും രണ്ടാണ് എന്നുള്ള ബോധത്തിൽ അവർക്ക് എവിടെയും സഞ്ചരിക്കാം. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവനൊക്കെ സ്ഥിതപ്രജ്ഞത നേടിയത് കൊണ്ടാണ് ഒരേ സമയം തന്നെ അദ്ദേഹത്തിനെ പലയിടങ്ങളിലും കണ്ടിട്ടുള്ളതായിട്ട് പലരും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. കാരണം സ്ഥിതപ്രജ്ഞത കൈവരിച്ച ആളിന് അവനവന്റെ പ്രാണൻ നിലനിൽക്കുന്ന ശരീരത്തിൽ നിന്ന് എവിടെ വേണേലും ബോധസ്വരൂപനായ ആത്മാവാണ് ഞാനെന്ന് ഉള്ള തിരിച്ചറിവ് നമുക്കുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം അത് അനുഭവിക്കുന്നുണ്ട്. ആ ബോധസ്വരൂപനായ ആത്മാവിനെ പരമാത്മാവിൽ ലയിപ്പിക്കുന്ന എന്ന ആ ഒരു അനുഭവ പ്രക്രിയ അദ്ദേഹം ആ ഗുരുദേവനെ പോലെ സ്ഥിതപ്രജ്ഞത നേടിയ ആചാര്യന്മാരിലെ യോഗികൾ അനുഭവിക്കുന്നുണ്ട്. അവർക്ക് അതുകൊണ്ട് ഒരേ സമയം അവർക്ക് എവിടെയും സഞ്ചരിക്കാം, അനന്തവിഹായസിൽ എവിടെയും പോകാം. അവർ ബോധസ്വരൂപന്മാരാണ്, അല്ലാതെ അത് മാജിക്കൊന്നുമല്ല. അവർ നിതാന്തമായ കഠിനമായ ഭഗവാനുമായിട്ടുള്ള ആ യോഗ ഒന്നിച്ചു ചേരുന്ന ആ കൂടിച്ചേരലിലൂടെയാണ്, യോഗാഭ്യാസത്തിലൂടെയാണ്, ധ്യാനത്തിലൂടെയാണ് ഇങ്ങനെ ഒരു അവസ്ഥ കൈവരിക്കുന്നത്. അവരുടെ ആ കർമ്മയോഗത്തിൽ തന്നെ അവർ എല്ലാം കർമ്മങ്ങൾ ചെയ്യുന്നതെല്ലാം മറ്റുള്ളവരുടെ ആ നന്മയ്ക്കോ അല്ലെ സമൂഹ നന്മയ്ക്ക് വേണ്ടിയോ മാത്രമായിട്ട് ചെയ്യുകയാണ്. അങ്ങനെ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്ന ആ സ്ഥിതപ്രജ്ഞത എന്ന് പറയുന്നത് ഒരു തുടർച്ചയായിട്ടുള്ള ഒരു ജോലിയാണ്. ആ സ്ഥിതപ്രജ്ഞതയിലേക്ക് വന്നിരിക്കുന്ന മനുഷ്യർ അവർ ചെയ്യുന്ന കർമ്മങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി സ്ഥിരമായി ചെയ്യുന്ന ആ കർമ്മങ്ങൾക്ക് അവർ യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെ തുടർച്ചയായിട്ട് അവർ പെർഫെക്ഷനോടുകൂടി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. പക്ഷെ ആ കർമ്മങ്ങൾ ആരുടെയും മറ്റുള്ളവരുടെ നന്മയ്ക്കല്ലാതെ അദ്ദേഹത്തിന് സ്വയം നന്മയ്ക്കോ അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള ഏതെങ്കിലും ഉയർച്ചയ്ക്കോ വേണ്ടി ആവുകയില്ല. അതാണ് ഒരു സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണം. അല്ലെങ്കിൽ ഒരു സ്ഥിതപ്രജ്ഞത കൈവരിച്ചോ എന്ന് നമുക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഇങ്ങനെയൊക്കെ ആയി തീരുമ്പോൾ. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് നാം എത്തണം. അങ്ങനെ എത്തുന്ന ഒരു അവസ്ഥയെന്ന് വെച്ചാൽ നമ്മൾ ഈ കുടുംബത്തിൽ ഈ ഗൃഹസ്ഥാശ്രമിയായിട്ടിരിക്കുന്നവർക്കത് സാധ്യമാവുകയില്ല ഉടനെങ്ങും. നമ്മൾ അതിനുവേണ്ടി നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ കുടുംബത്തിന്റെ ആ പരിധിയിൽ അതിന്റെ ആ കർമ്മങ്ങൾ അനുഷ്ഠിച്ചു തീരുമ്പോൾ നമുക്കും ഇങ്ങനെ ഒരു ലെവലിലേക്കൊക്കെ ഉയരുവാൻ, നമ്മുടെ ബോധത്തെ ഉയർത്തുവാൻ കഴിയും. അതിനുവേണ്ടിയുള്ള പരിശ്രമമായിരിക്കണം നാം ഇപ്പോൾ ചെയ്യുന്ന ഈ അഭ്യാസങ്ങളെല്ലാം, എന്നുവെച്ചാൽ സ്ഥിരമായ പ്രാക്ടീസുകളെല്ലാം. അപ്പോൾ ഈശ്വരനോട് അടുക്കും തോറും നമ്മുടെ ബോധമണ്ഡലം ഉയർന്നു വന്ന് നമ്മുടെ ജ്ഞാനം ക്രമേണ ഉയരും. അവിദ്യ നമ്മളിൽ നിന്ന് മാറിപ്പോകും. അങ്ങനെ അന്ധകാരത്തിൽ നിന്ന് നമ്മൾക്ക് ക്രമേണ ഉയർച്ച വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിലിരിക്കുന്ന ഈ അജ്ഞാനം കൊണ്ടുണ്ടാകുന്ന അറിവില്ലായ്മ കൊണ്ടുണ്ടാകുന്ന ആ അവസ്ഥകൾ, ആ തിരിച്ചറിവില്ലായ്മകളൊക്കെ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ട് നമ്മൾ ബോധസ്വരൂപത്തിലേക്ക്, ആത്മജ്ഞാനത്തിലേക്ക് ക്രമേണ ഉയർന്ന് നമ്മൾ പടിപടിയായി അതിന്റെ നമ്മുടെ ബുദ്ധി, നമ്മുടെ ബോധത്തെ ഉയർത്തി സ്ഥിതപ്രജ്ഞത കൈവരിക്കുവാൻ നമുക്ക് സാധിക്കും. അതിനു വേണ്ടിയിട്ട് നമ്മൾ ക്രമേണ പരിശ്രമിക്കുക. സ്ഥിരമായി ഒരേ വഴിയിലൂടെ തന്നെ മുന്നോട്ട് തന്നെ സഞ്ചരിക്കുക. ഈ വഴിയിലൂടെ പോയാൽ എനിക്ക് എന്ത് ഗുണം എന്ന് ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. ഇതേ ഉള്ളൂ ജീവിതത്തിൽ ഗുണമുള്ളത്. മറ്റുള്ള വഴികളെല്ലാം
നമുക്ക് ഗുണപരമായോ നമുക്ക് സന്തോഷപരമായോ സമാധാനമോ തരുന്നതൊന്നുമല്ല. സ്ഥിരമായി സന്തോഷം, സമാധാനം എല്ലാം കിട്ടണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഈശ്വരന്റെ വഴിയെ തന്നെ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. അതിനുള്ള കാലമൊക്കെ അതിക്രമിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഭഗവാൻ അതിനുള്ള അവസരം തരട്ടെ, അനുഗ്രഹം തരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി സർവകർമ്മങ്ങളും ഭഗവാന്റെ പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.